മൊട്ടത്തല സമരം. കവിത വിമീഷ് മണിയൂർ. ദേഹം മുഴുവൻ മുടിയുള്ള മുറി ബാർബർ ഷാപ്പ്. കുറേ കാണിച്ചു. പലരും വന്ന് കയറി നോക്കി. സ്വന്തം തല കുനിച്ചതല്ലാതെ ഒരാശ്വാസവും ഉണ്ടായില്ല. ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ? ചായപ്പീടികകൾ നോക്കൂ, എത്ര അടുക്കിലും ചിട്ടയിലുമാണ് കാര്യങ്ങൾ. വിശന്നു പോകുന്ന മനുഷ്യരെ വിളിച്ചു വരുത്തിയൂട്ടുന്നു. തുണിക്കടയെ നോക്കൂ, ഏറ്റവും വൃത്തിയുള്ള പുതിയ വസ്ത്രങ്ങളിൽ മറ്റുള്ളവരെ കാണാൻ അത് ആഗ്രഹിക്കുന്നു. പലവ്യഞ്ജനക്കട നോക്കൂ, വീട്ടിലേക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കുന്നു. ഇവിടെ ഒരാൾ വെട്ടി മനുഷ്യരെ പരിക്കേൽപ്പിക്കുന്നു. തല പിടിച്ചമർത്തി മാപ്പ് പറയിക്കുന്നു. കേറിയതുപോലെ തിരിച്ചിറങ്ങാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നിട്ടും പരാതിപ്പെടാൻ പോലും മുട്ടുവിറയ്ക്കുന്നു. കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാവും എന്നൊരു കേൾവിയുണ്ട്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി കത്രിക മോഷ്ടിച്ചതാവും. അതുമല്ലെങ്കിൽ മെഡിക്കൽ പഠിച്ച് തോറ്റു തുന്നം പാടി ഇറങ്ങുമ്പം ധൈര്യത്തിന് എടുത്ത് കയ്യിൽ പിടിച്ചതുമാവും. ഏതായാലും താങ്ങാനാവാത്ത ഒരു ദുരന്തം അതിൻ്റെ ജീവിതത്തിലുണ്ട് തീർച്ച. സർക്കാരെ, കമ്മിറ്റിക്കാരെ, എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വയരക്ഷയ്ക്കായി മൊട്ടത്തല വളർത്താൻ ഒരു മരുന്നോ ഗുളികയോ അനുവദിക്കണേ.